ഇവിടെ സമരം തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകളുമായി നിങ്ങൾ കണ്ടതാണല്ലോ. നമ്മുടെ സംസ്ഥാന ട്രഷറർ സമൂറയുടെ മേൽ ജീപ്പ് പിടിച്ചു കയറ്റി കൊലപാതകം നടത്താൻ ശ്രമിക്കാൻ ഈ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഇവിടെ വരുന്ന സാധാരണ മനുഷ്യർ തരുന്ന ചെറിയ തുകകൾ കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു വച്ചിരിക്കുന്ന ഞങ്ങളുടെ മൈക്കും ഞങ്ങളുടെ ബോക്സും ഞങ്ങളുടെ ജനറേറ്ററും ഒക്കെ എടുത്തുകൊണ്ടുപോയി പോലീസ് എടുത്തുകൊണ്ടുപോയി. നമുക്കറിയാലോ, നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഇതിലേക്കൂടെ സഞ്ചരിക്കുവാൻ വിചാരിക്കുന്നതിന് മുമ്പ് ഈ നഗരം നിശ്ചലമാകും. ഈ നഗരം നിശ്ചലമാകും. അത് മെഡിക്കൽ കോളേജിൽ പോകേണ്ടുന്ന പേഷ്യന്റ് ആണെങ്കിലും ആരാണെങ്കിലും അവർ നിശ്ചയിക്കുന്ന റൂട്ടുകളിലൂടെ പോകാൻ പറ്റും. ഇവിടെ ഒരു ഈച്ച പോലും അനങ്ങാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇവിടെ വിലസിക്കൊണ്ടിരിക്കുന്ന അല്ലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് ഞങ്ങൾ ചെന്നിരുന്നത് ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കാസർഗോഡ് നിന്നും രാത്രിയിൽ വണ്ടിയിൽ സീറ്റില്ലാതെ നിന്നുകൊണ്ട് രാവിലെ ഇവിടെ എത്തിച്ചേർന്ന ആശാ വർക്കർമാരുണ്ട്. ഈ ഭരണ സംവിധാനം ഒന്നടങ്കം CIT ഗുണ്ടകളടക്കമുള്ള ആളുകൾ ഔദ്യോഗിക തലത്തിൽ ഇവരുടെ ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് ഒരു സംവിധാനമായ ഒരു ഭീകര സംഘടന പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ആളുകൾ എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിച്ച് പോലീസ് വിളിക്കുകയാണ്. എടാ, ഈ പോലീസിന് എന്നു മുതലാണ് ഈ സമരത്തിൽ പോകുന്നവരെ കണക്കെടുക്കാൻ വീടുകളിലേക്ക് വിളിക്കാൻ തുടങ്ങിയത്? ഞങ്ങൾ കേൾക്കാൻ ആശാ സമരം തുടങ്ങിയതിനു ശേഷമാണ്. ഇവിടെ വന്നിരിക്കുന്ന പലരുടെയും വീടുകളിലേക്ക് വിളിച്ചു പോകുന്നുണ്ടെന്നാണ്. അതെന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അല്ല, കണക്കെടുക്കാൻ വേണ്ടിയാണെന്ന്. ഇതുവരെ പോലീസ് ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണമെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഭരണ സംവിധാനത്തെ മുഴുവൻ വിനിയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും അവിടെ എത്തിച്ചേർന്ന സ്ത്രീകൾ എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് ചിന്തിക്കണം. സഖാ പിണറായി വിജയൻ ചിന്തിക്കണം. ശ്രീമതി വീണ ജോർജ് ഞങ്ങളുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെന്ന് പറഞ്ഞ ശ്രീമതി ആർ ബിന്ദു ചിന്തിക്കണം. ഞങ്ങൾ വിളിച്ചില്ല ശ്രീ സുരേഷ് ഗോപി ഇവിടെ വരാൻ. അദ്ദേഹത്തിന്റെ മര്യാദ കൊണ്ട് ഒരു ജനസേവകന്റെ അല്ലെ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അമ്മ പെങ്ങന്മാർ ഇവിടെ ഇരുന്ന് വെയിൽ കൊണ്ടപ്പോൾ മഴ കൊണ്ടപ്പോൾ അദ്ദേഹം ഇവിടെ വന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അന്നേരം പറഞ്ഞു ഞങ്ങളുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെന്ന്. സഖാവ് വാസവനെ പോലെയുള്ള ആളുകൾ അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിനെ പോലെ ഒരാളെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ എവിടെ പോയി നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയില്ലാത്ത ആർ ബിന്ദുവിന്റെയൊക്കെ ആർജവം ചോദിക്കണമായിരുന്നു. അത് ചോദിക്കാതെ ഞങ്ങളെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഈ വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെ ഒരാളും പറഞ്ഞില്ലല്ലോ ഈ സ്ത്രീകളോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറരുത് എന്ന്. മറിച്ച് ഇവിടെ വനിതാ കമ്മീഷൻ അടക്കമുണ്ട്. ഈ നടപടി ഉണ്ടായിട്ട് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയോ? നിയമസഭയിൽ ഏതെങ്കിലും MLA-മാരോ പ്രതിപക്ഷ നേതാവോ സഖാ പിണറായി വിജയന്റെ മകളെ കുറിച്ച് ഒരു അക്ഷരം പരാമർശിച്ചാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് വികാരം കൊള്ളും. അദ്ദേഹം പിന്നെ പറയുന്ന എന്താണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല. അതുപോലെ മക്കളെ സ്നേഹിക്കുന്ന, മകളെ സ്നേഹിക്കുന്ന, കൊച്ചുമകനെ സ്നേഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് ഞങ്ങൾ സ്ത്രീകൾ 8.5 മാസമായി തെരുവിൽ കിടക്കുന്നത്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ മക്കളെ, ബന്ധുജനങ്ങളെ ഒക്കെ ഉപേക്ഷിച്ച് വന്ന് ഞങ്ങൾ ഈ തെരുവിൽ കിടക്കുന്നത്. ഇവര് ഇപ്പോ ഈ സമരത്തെ തുടർന്ന് വന്നിരിക്കുന്ന വാർത്തകളുടെ അടിയിൽ ഇവര് നിയോഗിച്ചിരിക്കുന്ന സൈബർ ഗുണ്ടകൾ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് വീണ്ടും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഇനി ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു തൊഴിൽ വിഭാഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഈ തെരുവിലിറങ്ങുവാൻ, CIT വലിയ സംഘടനയാണല്ലോ, എന്ത് ധാർമ്മികതയാണുള്ളത്? ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ തൊഴിലാളി സമരത്തെ ഇത്തരത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് അതിനെ പോലീസിനെ വിട്ട് ഇത്രയും ക്രൂരമായി കൈകാര്യം ചെയ്തുകൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിന്, അതിന്റെ പ്രതിനിധികൾക്ക് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു തൊഴിൽ വിഭാഗത്തെ പ്രതിനിധീകരിക്കാൻ കഴിയുമോ? പ്രതിനിധീകരിക്കാൻ കഴിയുമെങ്കിൽ ചെന്ന് തൊട്ടപ്പുറത്ത് ഈ സംസ്ഥാനത്തെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ വണ്ടി ഓടിച്ച് നട്ടൊന്നും നടുവ് പൊളിഞ്ഞ കുറെ സാധു മനുഷ്യർ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ വഞ്ചനയിൽപ്പെട്ട് നിങ്ങൾ പറഞ്ഞ ഈ സമരസമിതിക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞ വർഷം വഞ്ചിച്ച KSRTC പെൻഷൻകാരെ ചെന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച
നടത്തി അവരുടെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് അന്ന് സഖാവ് പന്ന്യൻ രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സമരസഹായ സമിതി അവരോട് പറഞ്ഞത്. ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ചെല്ലാ മനുഷ്യരുടെ അടുത്ത് ചെല്ല്, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേര്. അത് നിങ്ങൾക്ക് കഴിയില്ലല്ലോ. സമരം ചെയ്യുന്ന മര്യാദയ്ക്ക് സമരം ചെയ്തവരുടെ സമരം പൊളിക്കാനേ നിങ്ങൾക്കറിയുള്ളൂ. ഇതിലൊന്നും ഞങ്ങളെ വീഴില്ല. കാരണം എത്ര മാസം കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ പരിവർത്തനപ്പെടുന്നത് എന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ഓരോ ആശാ സഹോദരിമാരും കാണുകയാണ്. അവരാരും ഇന്നലെ പോലീസിനെ കണ്ട് ഭയമില്ല, ലാത്തിയുടെ കുത്തുകൊണ്ട് ഭയമില്ല, അവിടെ വിശന്നിരുന്നിട്ട് അവരാരും തളർന്നു വീണില്ല. അതാണ് സമരം മനുഷ്യന് നൽകുന്ന പുതുജീവൻ, പുതുഊർജം. അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇനി കഴിയില്ല. കാരണം അംബാനി പാർട്ട്ണറാകുമ്പോൾ, അദാനി പാർട്ട്ണറാകുമ്പോൾ, തൊഴിലാളികളിൽ നിന്ന് നിങ്ങൾ അകന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തൊഴിലാളിയുടെ പൾസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അവന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല, അവന്റെ വേദനകൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അവന്റെ വിശപ്പ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ക്രൂരമായി ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ നിങ്ങൾ കണ്ടില്ലേ, ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ. കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്നലെ തന്നെ ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് അതിശക്തമായ അദ്ദേഹത്തിന്റെ പ്രതിഷേധ കുറിപ്പിറക്കി. കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ പ്രതിഷേധ കുറിപ്പിറക്കി. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ അവരുടേതായ നിലയിൽ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അവരുടെ കുറിപ്പുകൾ ഇറക്കുകയാണ്. ഇനി ഞങ്ങൾ ഒരു പ്രതിഷേധ ദിനം ആഹ്വാനം ചെയ്തപ്പോൾ കേരളമെമ്പാടും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളുടെ ജില്ലാ റിപ്പോർട്ടർമാരോട് പറയണം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. കേരളമെമ്പാടും ഒരേ ദിവസം ഒരേപോലെ ജില്ലകളിൽ പല സ്ഥലങ്ങളിലടക്കം പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. ഒരു തൊഴിലാളി സമരത്തെ എന്തുകൊണ്ടാണ് കേരള സമൂഹം ഇങ്ങനെ ഏറ്റെടുക്കുന്നത് എന്ന് ഇനിയെങ്കിലും സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്നവർ മനസ്സിലാക്കണം. അതിനനുസരിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാകണം. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറയുന്നത്, പോകില്ല എന്ന് പറഞ്ഞത് വെറും വാക്കല്ല, പോകില്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. തീരുമാനം അറിഞ്ഞിട്ടേ പോകൂ. അത് എത്ര ദിനാവർഷം വന്നാലും, എത്ര വേനൽ വന്നാലും, എത്ര അധിക്ഷേപങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ഈ തെരുവിലുണ്ടാവും. ഞങ്ങളുടെ ഡിമാൻഡ് നേടിയെടുത്തിട്ട് കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. അത് പോലീസിനെ വിട്ട് ഞങ്ങളെ ആക്രമിച്ച്, ഞങ്ങളുടെ സമരത്തെ അലങ്കാരപ്പെടുത്തി അക്രമം സൃഷ്ടിക്കാൻ ശ്രമിച്ച്, ഞങ്ങളുടെ സാധനങ്ങൾ കട്ടുകൊണ്ടുപോയി അല്ലെങ്കിൽ നശിപ്പിച്ച് അത് തകർക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ അത് നടപ്പില്ല. ഞങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തരാൻ ഈ സമൂഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോൾ ഇവിടെ വരും. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇവിടെ എത്തിച്ചേരുമെന്ന് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ ഓരോ ദിവസവും കുറയുകയല്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം. CIT അടക്കം CPM അടക്കമുള്ള പ്രസ്ഥാനങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർ ഞങ്ങളോടൊപ്പം അണിചേർന്നു കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് തിരിച്ചറിയാൻ നിങ്ങൾ വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ നാശം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ഈ വിഷയത്തിൽ ഇന്ന് നമ്മുടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ സംഘടന പ്രതിഷേധ ദിനമാണ്. ഇന്ന് ഫീൽഡിൽ പോയ മൊഡ്യൂൾ പരിശീലനത്തിന് പോയ ആശാവർക്കർമാർ എല്ലാം കറുത്ത ബാഡ്ജ് ധരിച്ച് അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ചാണ് പോകുന്നത്. അവര് ഫോട്ടോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ ഉണ്ടാകാത്ത തരത്തിലുള്ള, കാരണം ഈ സമരത്തെ ഇങ്ങനെ പോലീസ് കൈകാര്യം ചെയ്ത രീതി മുഴുവൻ ആളുകളിലും വളരെ കടുത്ത പ്രതിഷേധവും വേദനയും എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഈ സമരത്തിന്റെ പുതിയ ഊർജമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇന്ന് പോകില്ല.